ഭീകരതയും ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന രാജ്യങ്ങളും തമ്മിൽ വ്യത്യാസമില്ല. നമ്മൾ ഭീകരതയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ, നമ്മൾ ഭീകരതയ്ക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അത് ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരെയുള്ള യുദ്ധം കൂടിയാണ്. പാകിസ്ഥാനെ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ കാണുന്നു. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെതിരെയുള്ള പോരാട്ടമാണ് എന്ന് മോദി കൃത്യമായി അടിവരയിട്ട് പറയുന്നു. രണ്ടാമത്തത്, ഭീകരതയുമായി സന്ധി സംഭാഷണമില്ല. ഭീകരതയും സന്ധി സംഭാഷണവും ഒരുമിച്ച് പോവില്ല. വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകുകയില്ല. അതായത് പാകിസ്ഥാനുമായി ഇനി സന്ധി സംഭാഷണമില്ല. കാരണം പാകിസ്ഥാൻ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നു. അതുകൊണ്ടാണ് അത് വ്യക്തമായി തന്നെ പറഞ്ഞു, ഇനി ചർച്ച നടത്തണമെങ്കിൽ രണ്ട് കാര്യങ്ങളെ കുറിച്ച് മാത്രമായിരിക്കും ചർച്ച. ഒന്ന്, പാക് ഭീകരതയെ കുറിച്ച്. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഏതാണ്ട് 32-ലധികം ഭീകര സംഘടനകളുണ്ട് ഇന്ത്യക്കെതിരെ. അവയെ തുടച്ചു നീക്കുന്നതിനെ കുറിച്ച് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അല്ലാതെ അവയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചല്ല. അവയെ ഞങ്ങൾ മുച്ചൂടും മുടിക്കും, അവയുടെ വേര് ഞങ്ങൾ അറക്കും. അതിനുവേണ്ടി പാകിസ്ഥാനുമായി ചർച്ച ചെയ്യാം. രണ്ട്, പാക് അധിനിവേശ കശ്മീരിനെ കുറിച്ച്. അത് ഞങ്ങളുടെ ഭൂമിയാണ്, നിങ്ങൾ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നു, നമുക്ക് വേണമെങ്കിൽ അതേക്കുറിച്ച് ചർച്ച ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ്, ഓപ്പറേഷൻ സിന്ദൂർ ഭാരതത്തിന്റെ പുതിയ നയമാണ് എന്നതാണ്. ഇതുവരെ നമ്മൾ സമാധാനത്തെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. മുംബൈയിൽ ഏതാണ്ട് 2 ദിവസം തുടർച്ചയായി ഭീകരർ താണ്ഡവമാടിയപ്പോൾ, മുംബൈയിലെ പോലീസ് ആസ്ഥാനം ആക്രമിച്ചപ്പോൾ, മുംബൈയിലെ താജ് ഹോട്ടൽ ആക്രമിച്ചപ്പോൾ, നിരപരാധികളെ മനുഷ്യരുടെ ജീവനെടുത്തപ്പോൾ നമ്മൾ സമാധാനത്തെ കുറിച്ച് വാചാലരായിരുന്നു. എന്നാൽ ഇനി നമ്മുടെ ഇത് പുതിയ നയമാണ്, ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയം. അതിന്റെ തുടക്കമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇനി ഇന്ത്യയുടെ ആത്മാവിനെ മുറിവേൽപ്പിക്കാൻ വരുന്നവരെ വെറുതെ വിടില്ല. ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ തുടക്കമാണ്. ഇതാണ് പുതിയ നയം.